അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ അള്ളാഹുവിൽ നിന്ന് അകന്നു പോകുന്നത് പെട്ടെന്ന് സംഭവിക്കുന്ന കാര്യമല്ല. പലപ്പോഴും ചെറിയ ചെറിയ മാറ്റങ്ങളിലൂടെയാണ് അത് ആരംഭിക്കുന്നത്. നമുക്ക് ഇന്ന് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ആത്മപരിശോധന നടത്താം. അള്ളാഹുവിൽ നിന്ന് നാം അകന്നു പോകുന്നതിൻ്റെ 7 അടയാളങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1. നമസ്കാരം ഭാരമായി തോന്നുന്നു. മുമ്പ് നമസ്കാരം സമയം വന്നാൽ എഴുന്നേറ്റ് നമസ്കരിച്ചിരുന്ന ഒരാൾ പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം എന്ന് തുടങ്ങുന്നു. പിന്നെ നമസ്കാരം വൈകുന്നു, ചിലപ്പോൾ നഷ്ടപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ ഫോൺ ഉപയോഗിക്കാനും വിനോദങ്ങൾക്കുമായി സമയം കണ്ടെത്തുന്നു. നമസ്കാരം നമ്മുടെ ജീവിതത്തിലെ ഒരു ഭാരമല്ല, അത് അള്ളാഹുവുമായുള്ള നമ്മുടെ ബന്ധമാണ്. അതുകൊണ്ട് നമസ്കാരത്തിൽ വീഴ്ച വന്നാൽ ഉടൻ തന്നെ സ്വയം തിരുത്താൻ ശ്രമിക്കുക. 2. ഖുർആൻ ഓതുന്നത് നിർത്തുന്നു. ഒരു ദിവസം, 2 ദിവസം, പിന്നെ ആഴ്ചകൾ ഖുർആൻ തുറക്കാതെ കടന്നു പോകുന്നു. പക്ഷേ സോഷ്യൽ മീഡിയയിൽ മണിക്കൂറുകളോളം ചെലവഴിക്കാൻ നമുക്ക് മടിയില്ല. ഖുർആനുമായി ദിവസവും ഒരു ചെറിയ ബന്ധമെങ്കിലും നിലനിർത്തൂ. ഒരു പേജ് മാത്രമായാലും ഓതുക. അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കുക. കാരണം ഹൃദയത്തിന് യഥാർത്ഥ മാർഗനിർദ്ദേശം അള്ളാഹുവിൻ്റെ വചനത്തിലാണ്. 3. പാപം ചെയ്തിട്ടും ഹൃദയത്തിൽ വേദനയില്ല. ഒരു തെറ്റ് ആദ്യമായി ചെയ്യുമ്പോൾ മനസ്സിൽ കുറ്റബോധമുണ്ടാകും. പക്ഷേ അതേ പാപം വീണ്ടും വീണ്ടും ചെയ്താൽ പതുക്കെ അത് സാധാരണമായി തോന്നാം. ഇതാണ് അപകടം. പാപം സംഭവിച്ചാൽ ഉടൻ തൗബ ചെയ്യുക. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ആത്മാർത്ഥമായി പറയുക. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് ഒരിക്കലും നിരാശപ്പെടരുത്. 4. ദിക്ർ ചെയ്യാൻ മടി തോന്നുന്നു. നമ്മുടെ വായിൽ മണിക്കൂറുകളോളം ലോകകാര്യങ്ങൾ സംസാരിക്കാൻ കഴിയും. പക്ഷേ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്നിവ പറയാൻ മടി. അപ്പോൾ നാം നമ്മുടെ ഹൃദയത്തെ പരിശോധിക്കണം. അള്ളാഹുവിൻ്റെ ദിക്ർ പതുക്കെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. വീട്ടിലിരിക്കുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ, ജോലി ചെയ്യുമ്പോൾ, ഒഴിവു സമയത്ത് അള്ളാഹുവിനെ ഓർക്കുക. 5. ആഖിറത്തിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കുന്നു. ലോകത്തിലെ ഭാവിയെക്കുറിച്ച് നമ്മൾ ഒരുപാട് ചിന്തിക്കുന്നു. വീട് എങ്ങനെ ഉണ്ടാക്കണം, പണം എങ്ങനെ സമ്പാദിക്കണം, എങ്ങനെ ജീവിതം സുഖകരമാക്കണം, ഇതെല്ലാം ആവശ്യമാണ്. പക്ഷേ മരണത്തിന് ശേഷം എന്തു സംഭവിക്കും എന്ന ചോദ്യവും നാം ഓർക്കണം. ഈ ലോകം താൽക്കാലികമാണ്. ആഖിറത്താണ് യഥാർത്ഥ ജീവിതം. 6. നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നു. ഒരു ദരിദ്രനെ സഹായിക്കാൻ കഴിയും. മാതാപിതാക്കളോട് സ്നേഹത്തോടെ സംസാരിക്കാൻ കഴിയും. വിശക്കുന്ന മനുഷ്യന് ഭക്ഷണം നൽകാം. വിഷമിക്കുന്ന വ്യക്തിയെ ആശ്വസിപ്പിക്കാം. പക്ഷേ പിന്നീട് ചെയ്യാം എന്ന് പറഞ്ഞ് നാം അത് മാറ്റിവെക്കുന്നു. നന്മ ചെയ്യാൻ അവസരം ലഭിക്കുന്നത് തന്നെ അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. അതുകൊണ്ട് ചെറിയ നന്മയാണെങ്കിലും ഉടൻ ചെയ്യാൻ ശ്രമിക്കുക. 7. അള്ളാഹുവിനെ ഓർക്കുന്നത് പ്രയാസത്തിൽ മാത്രം. പ്രശ്നം വന്നാൽ യാ അല്ലാ എന്ന് വിളിക്കുന്നു. പക്ഷേ സന്തോഷമുള്ളപ്പോൾ അള്ളാഹുവിനെ മറക്കുന്നു. നമുക്ക് ആവശ്യമായത് പ്രയാസത്തിൽ മാത്രം അള്ളാഹുവിനെ ഓർക്കുന്ന ബന്ധമല്ല, സന്തോഷത്തിലും ദുഃഖത്തിലും അള്ളാഹുവിനോട് അടുത്തുള്ള ജീവിതമാണ്. പ്രിയ സഹോദരങ്ങളെ, ഈ 7 കാര്യങ്ങൾ ഏതെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിരാശപ്പെടേണ്ട. ഇത് നമ്മെ തകർക്കാനുള്ള സന്ദേശമല്ല, തിരുത്താനുള്ള ഒരു അവസരമാണ്. ഇന്ന് തന്നെ ഒരു ചെറിയ തീരുമാനമെടുക്കാം. നമസ്കാരം കൃത്യമായി നിർവഹിക്കാം. ഖുർആനുമായി ബന്ധം സ്ഥാപിക്കാം. ദിക്ർ വർദ്ധിപ്പിക്കാം. പാപങ്ങളിൽ നിന്ന് തൗബ ചെയ്യാം. മാതാപിതാക്കളോട് നന്മ ചെയ്യാം. ആഖിറത്തിനെ ഓർക്കാം. അള്ളാഹുവിനോട് അടുത്ത് നിൽക്കാൻ ശ്രമിക്കാം. ഓർക്കുക, നമ്മൾ എത്ര അകലെയായാലും അള്ളാഹുവിലേക്ക് മടങ്ങി വരാനുള്ള വാതിൽ തുറന്നിരിക്കുന്നു. ഇന്ന് തന്നെ മടങ്ങി വരൂ. നാളെ എന്നത് നമുക്ക് ഉറപ്പുള്ളതല്ല.
അള്ളാഹു നമ്മുടെ ഹൃദയങ്ങളെ തൻ്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തട്ടെ. നമ്മുടെ പാപങ്ങൾ പൊറുക്കട്ടെ. നമ്മുടെ ജീവിതം ബർക്കത്തുള്ളതാക്കട്ടെ. നല്ല അന്ത്യം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ ഓർമ്മപ്പെടുത്തലുകൾ ഉപകാരപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവരിലേക്കും എത്തിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.